ഹലോ ഫ്രണ്ട്സ്, ഇന്ന് റെസിപ്പി വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നോസിൽസ് വെച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരു നോസിൽ വെച്ച് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് കുറേ നാളായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് നോസിൽസ് ഉണ്ട്. ഇതിൽ ഏറെക്കുറെ ഞാൻ യൂസ് ചെയ്യാത്ത നോസിൽസാണ്. അപ്പോൾ എനിക്ക് ഈ നോസിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ കേക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ റഷ്യൻ പൈപ്പിംഗ് നോസിൽസൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഈ ബോൾ നോസിൽസ് അതുപോലെ തന്നെ റാഫിൾ നോസിൽസൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ വൈറ്റ് കാണുന്നത് എനിക്ക് പൈപ്പിംഗ് ബാഗ് വാങ്ങിക്കുമ്പോൾ ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അപ്ലോഡ് ചെയ്യണത്ര. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോസിൽ വെച്ചാണ്. അതായത് വിൽട്ടണിൽ 4B ആണ് ഈ നോസിൽ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ഈ ഒരു നോസിൽ വെച്ച് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന നോസിൽ, വിൽട്ടൺ 4B. 100-ലാവുമ്പം എനിക്ക് തോന്നുന്നു 21 അതുപോലെ 46 ഒക്കെ ആണെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും അറിയില്ല. അപ്പം നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെയ്യാൻ പോകുന്ന ഓറഞ്ച് കളർ വെച്ചാണ്. അപ്പോൾ ഞാനൊരു വേറൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമുക്കിനി ഈ നോസിൽ വെച്ച് തന്നെ വേറൊരു കളറിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും നോസിലൊന്നും ഉരേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്ത ആ ക്രീം എടുത്ത് മാറ്റി നമുക്ക് വേണ്ട കളറിൽ അടുത്ത ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇപ്പം ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ചെറിയൊരു കേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞാൻ ഇപ്പം ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ആദ്യത്തെ ഡിസൈൻ ഒന്ന് കേക്ക് ബോർഡിൽ കാണിച്ചു തരാം. അതായത് ജസ്റ്റ് ഇതുപോലെ കുറച്ച് ക്രീം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലോട്ടേക്ക് ആ പൈപ്പ് നോസിൽ വലിച്ചതിന് ശേഷം താഴോട്ടേക്കും വലിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ ഡിസൈൻ ആയാലും കുറച്ച് ചെയ്ത് പഠിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഞാൻ ഇപ്പം കേക്കിൻ്റെ ബോർഡർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നോസിൽ വെച്ച് ബോർഡർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുപോലെ. ഇതിനടുത്തത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് മേലോട്ടേക്ക് വലിച്ചു കൊടുക്കുക. ഇത് ഈസിയാണ്. ഇതും ബോർഡറായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിതും കേക്കിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരുപാട് ഡിസൈൻ ഒറ്റ കേക്കിൽ വരുമ്പം കാണാൻ വലിയൊരു ഭംഗി തോന്നില്ല. ഒരു ഡിസൈൻ തന്നെയാണ് ഫുള്ളെങ്കിൽ നല്ല രസം ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ കേക്കിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് കേക്കിൽ കാണിച്ചു തരുന്നത്. ഇതുപോലെ ചെയ്താൽ നല്ല ഭംഗിയുള്ള ഡിസൈനായി കിട്ടും. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഒന്ന് കുറച്ച് ക്രീം ഇതുപോലെ ചെയ്യുക. ജസ്റ്റ് പ്രസ് ചെയ്ത് എടുക്കുക, മേലോട്ടേക്ക് വലിക്കുക. അപ്പം അതിന് ശേഷം ഒരു ചെറിയൊരു സ്പാച്ചുല അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ എടുത്താലും മതി. അതിൻ്റെ നേരെ ഹാഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക താഴോട്ടേക്ക്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, പക്ഷെ എന്നാലും നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇനിയും 2-3 അതായത് ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നില്ല, കാരണം എനിക്ക് ഇനിയും കുറേ ഡിസൈൻസ് ഇതിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ 3 ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് നേരത്തെ ക്രീം നമ്മൾ ചെയ്തത് കുറച്ച് നോസിൽ കുറച്ച് പൊക്കി വെച്ചിട്ടാണ്. ഇത് ശരിക്കും നമ്മുടെ കേക്കിന് മുട്ടിയിട്ട് തന്നെ ക്രീം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഈ ഒരു ഡിസൈന് കിട്ടുക. ഇത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ്. അപ്പോൾ ഇത് ചെയ്യാനും വളരെ ഈസിയാണ്. ക്രീം ജസ്റ്റ് പ്രസ് ചെയ്ത് നമ്മുടെ നോസിൽ വലിച്ചാൽ മതി. ഇനി അടുത്തത് ഈസിയാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് നമുക്ക് എത്ര വരെ വേണം അത്ര വരെ ഇതുപോലെ വലിച്ച്. ഇതും നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടി. ഒരു വലിയൊരു പണിയും ഇല്ല, ഈസി ആയിട്ട് ചെയ്യാം. ഇതുപോലെ നേരെ മേലോട്ടേക്ക് ചെയ്യണമെന്നൊന്നുമില്ല. അതായത് കേക്കിൻ്റെ റൗണ്ടായിട്ട് തന്നെ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഈ ചെയ്യുന്നതെല്ലാം നേരെ മേലോട്ടേക്കല്ലാതെ റൗണ്ടായിട്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും.
ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു സിഗ്സാഗ് പോലെയാണ്. അത് ജസ്റ്റ് കുറേയൊന്നും നീട്ടുന്നില്ല, ചെറിയൊരു സിഗ്സാഗ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഒന്നും കൂടി ഞാൻ ചെയ്യുന്ന കാണിച്ചു തരാം. ഇത് കളറൊക്കെ മാറ്റി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ക്രീം പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കൈയൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ കൊണ്ടുപോകാതെ നിർത്തി നിർത്തി ചെയ്യുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചെയ്തു പോയി. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെയാണ്. ഒന്നുമില്ല, ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇത് ശരിക്കും കേക്കിൻ്റെ മേലെ ചെയ്യാനായിരിക്കും ഭംഗിയുണ്ടാവുക. ഇനി ഇതിൻ്റെ മേലെ നമുക്കൊരു ബാസ്ക്കറ്റ് വീവ് പോലത്തെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ശരിക്കും ബാസ്ക്കറ്റ് വീവിൻ്റെ നോസിൽ വേണമെന്നൊന്നുമില്ല, ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടി. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ബാസ്ക്കറ്റ് വീവ് ചെയ്യുന്നൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം, ആർക്കും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാം കുറച്ച് കുറച്ച് ചെയ്യുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ചുറ്റും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മേലെ ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്തത് ജസ്റ്റ് ഇതുപോലെ ഒരു 2 വട്ടം ഞാൻ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കേക്കിൻ്റെ മേലെ തന്നെ ആയിരിക്കും രസം ഉണ്ടാവുക കാണാൻ വേണ്ടി. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, സെയിം കളർ വെച്ച് തന്നെ. കാരണം കേക്കിൻ്റെ ആ ഒരു കളർ കാണുമ്പം കുറേ വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എസ് പോലെ ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഈസിയാണ്, അതുപോലെ നല്ല രസമുള്ളൊരു ഡിസൈനാണ്. ജസ്റ്റ് ഇതുപോലെ എസ് പോലെ ചെയ്തെടുത്താൽ മതി. ഇനി അടുത്ത ഡിസൈന് ജസ്റ്റ് ഇതുപോലെ ക്രീം പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തടുത്ത് ഇങ്ങനെ റൗണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അതും ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഇനി അടുത്തത് ഒരു ഹേർട്ട് പോലത്തെ ഒരു ഷേപ്പാണ്. അതിന് ക്രീം കുറച്ചൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആയി വരുമ്പോൾ അതൊരു ഹേർട്ടിൻ്റെ ഒരു ഷേപ്പ് പോലെ ഉണ്ടാവും. ഇനി നോസിൽ ശരിക്കും ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലത്. ഒന്നും കൂടി ചെയ്യാം. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നും ഇത് വെച്ച് ഡിസൈൻ ചെയ്യാനുണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് ക്രീം കഴിഞ്ഞു പോയി. ഇനി ആദ്യം ക്രീം ഉണ്ടാക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഇപ്പം തന്നെ എനിക്കൊന്നൊരു 10-ലധികം ഡിസൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. അപ്പം ഇതിൻ്റെ മേലെയുള്ള 2 ഡിസൈന്, പിന്നെ അതുപോലെ സൈഡിലുള്ളത് 3, 4, 5, 6, 7, പിന്നെ 8, 9 ഡിസൈൻ ഞാൻ സൈഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴത്ത് 3 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 ഡിസൈൻ ഈ ഒരു നോസിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും എൻ്റെ അടുത്തുള്ള ആ നോസിലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസും അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പിയൊക്കെയായി വരാം. താങ്ക് യു.